പണ്ട് താജ്മഹൽ ഉണ്ടാക്കിയ ഉസ്താദ് ഈസ എന്ന ശില്പിക്ക് പണിയെല്ലാം കഴിഞ്ഞ് സമ്മാനം നൽകാനായി ഷാജഹാൻ ചക്രവർത്തി വിളിച്ചു വരുത്തിയത്രേ. എന്നിട്ട് സമ്മാനം കൊടുത്തു. ശില്പിയുടെ 2 കൈയും വെട്ടിക്കളഞ്ഞു. ഈ കഥയുമായി കൊച്ചി മെട്രോയ്ക്ക് എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് യാദൃച്ഛികമല്ല. നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാർ ഇല്ലാതെ മെട്രോയുടെ ഉദ്ഘാടനം നടത്താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇക്കണ്ട കഷ്ടപ്പാടൊക്കെ സഹിച്ച് ആ മെട്രോ ഉണ്ടാക്കിയ ശ്രീധരൻ സാറിനെ മോദിജിക്ക് കൂടെ ഇരുത്താൻ താല്പര്യമില്ലത്രേ. പണിയെല്ലാം കഴിഞ്ഞല്ലോ, ഇനി ഉദ്ഘാടനം എന്ന ഷോ മാത്രമാണല്ലോ ബാക്കിയുള്ളത്. അവിടെ പെർഫോം ചെയ്യാൻ മോദിജി ഉള്ളപ്പോൾ പിന്നെ മറ്റുള്ളവരെന്തിന്? ആര് പറഞ്ഞു? എനിക്കൊരു വിവരമില്ല അതിനെ പറ്റിയിട്ട്. ഇല്ല. മോദിജി വരുന്നത് കൊണ്ടാണ് ഈ പുകിലൊക്കെ ഉണ്ടായത്. ആകെ കൂടി 17 പേർക്ക് കഷ്ടിയിരുന്ന് ഉദ്ഘാടനം നടത്താനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥലം MLA മാർ വേണ്ട, പ്രതിപക്ഷ നേതാവ് വേണ്ട, മുൻ മുഖ്യമന്ത്രി വേണ്ട, ശ്രീധരൻ സാറും വേണ്ട. ആകെ ഉള്ളത് മോദിജിയുടെ തല, മോദിജിയുടെ ഫീ. കുറെ കൂടി ഭംഗിയായി വിവാദങ്ങളില്ലാതെ നടത്താൻ കഴിയേണ്ടതായിരുന്നു. ഏതായാലും ശരി, ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും UDF ഈ പരിപാടി ബഹിഷ്കരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. മറ്റ് എന്ത് ചെയ്യണമെന്ന് നാളെ അവിടുത്തെ എറണാകുളത്തെ MLA മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അവിടെ തീരുമാനിക്കും. പ്രധാനമന്ത്രി വന്നിട്ടേ ഉദ്ഘാടനം നടത്തൂ എന്നുള്ള വാശിയിലായിരുന്നല്ലോ മുഖ്യമന്ത്രി. ഇപ്പം എന്തായി? പ്രധാനമന്ത്രിയും വരുന്നു, നാട്ടുകാരെ ആരും ക്ഷണിച്ചതുമില്ല. സത്യത്തിൽ ഈ മെട്രോ പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ളതാണോ അതോ നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാണോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനല്ലേ ഞാൻ പോണത്. അതിന് വേണ്ടിയല്ലേ പോണത്. നേരെ ഇപ്പോൾ കൊച്ചിക്ക് അതിന് വേണ്ടിയാണ് പോണത്. എന്തായാലും സ്വന്തം വീടിന്റെ പാല് കാച്ചിനെ ക്ഷണിക്കേണ്ടതുണ്ടോ എന്ന ലൈനിലാണ് ശ്രീധരൻ സാർ. ക്ഷണിച്ചില്ലെങ്കിലും താൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്? ആര് പറഞ്ഞു നിങ്ങളോടതെല്ലാം? അതൊക്കെ അവിടെ പോയിട്ട് ഞങ്ങൾ തീർച്ചയാക്കും. ഞങ്ങൾ അങ്ങോട്ട് പോകും. ഞാൻ അതിന് വേണ്ടിയല്ലേ പോണത്. ആഴ്ചയിൽ രാജ്ഭവൻ ഒന്ന് സന്ദർശിച്ചില്ലെങ്കിൽ കുമ്മനംജിക്കും സംഘത്തിനും ഒരു സുഖവുമില്ല. രാജ്ഭവനിലെ ചായയുടെ രുചി കുമ്മനംജിക്ക് അത്രയ്ക്കങ്ങ് പിടിച്ചു എന്ന് തോന്നുന്നു. തങ്ങൾക്കും തങ്ങളുടെ പാർട്ടിക്കും ജീവിക്കാൻ ഒരു നിർവാഹവുമില്ല എന്ന് പരാതിയും പരിവട്ടവും പറയാനാണത്രേ ഓരോ വട്ടവും കുമ്മനംജി ഗവർണറെ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസവും പോയി ഗവർണറെ മുഖതാവിൽ കണ്ട് സങ്കടം ബോധിപ്പിക്കും. ബഹുമാനപ്പെട്ട കേരള ഗവർണറെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെയും സംസ്ഥാന നേതാക്കന്മാർ സന്ദർശിച്ച് കേരളത്തിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ അതിക്രമങ്ങളും അക്രമ പ്രവർത്തനങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. സമാധാനത്തിൻ്റെ ഈ വെള്ളരിപ്രാവുകളെ സൽക്കരിച്ച് ഗവർണർക്ക് മതിയായി. ഇപ്പോൾ കുമ്മനംജിയും സംഘവും കാണാൻ വരുന്നു എന്നറിയുമ്പോൾ തന്നെ ഗവർണർ മുങ്ങി നടക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. എപ്പോഴും ഇങ്ങനെ തമ്മിൽ കണ്ടിട്ട് എന്ത് പറയാനാണ്? ഗവർണറെ അല്ലാതെ മറ്റാരെയും സമീപിക്കാൻ BJPക്കും RSSനും നേതൃത്വത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. മറ്റൊരു മാർഗവുമില്ല. അദ്ദേഹത്തെ തന്നെ സമീപിക്കേണ്ടി വരും. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്താനേ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിമിതികളും പരിധികളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ആ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് കുമ്മനംജിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗവർണറെ കണ്ട് കണ്ണീരൊലിപ്പിക്കേണ്ടി വരുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പാടാണ് കുമ്മനംജിയുടെ പാർട്ടിയുടെ കാര്യങ്ങൾ. വെറുതെ നടന്നു പോകുന്ന പഞ്ചപാവങ്ങളായ BJPക്കാരെ പോലും ദുഷ്ടശക്തികൾ ആക്രമിച്ച് വേദനിപ്പിച്ച് കളയും. ഗവർണറോടല്ലാതെ ആരോട് ഈ സങ്കടം പറയാൻ? ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക്, RSS പ്രവർത്തകർക്ക് കേരളത്തിൽ ഒരിടത്തും ജീവിക്കാൻ വയ്യാത്തൊരു സ്ഥിതിവിശേഷം, സ്വതന്ത്രമായി സംഘടനാ പ്രവർത്തനം നടത്താൻ വയ്യാത്ത അന്തരീക്ഷം ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. അപ്പൊ രാംദാസ് മലനേരിയെ കൊല്ലാൻ വേണ്ടി ബോംബെറിയാം, VK സജീവനെ കൊല്ലാൻ വേണ്ടി ബോംബെറിയാം. CPMന്റെ ഓഫീസിലേക്ക് ഒരു ബോംബെറിഞ്ഞപ്പോൾ CPMന്റെ നേതാവ്, ജില്ലാ സെക്രട്ടറി അത് മോഹനെ വധിക്കാൻ വേണ്ടി എറിഞ്ഞതാണ് എന്ന് മാത്രം മുഖ്യമന്ത്രി പറയുന്നതിന്റെ ഉള്ളുകള്ളി എന്താണ്? ശരിക്കും കുമ്മനംജിയുടെ പാർട്ടിയുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മളാരും മനസ്സിലാക്കാതെയാണ് ആ പാവങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. നാടിനു വേണ്ടി ആ പാവങ്ങൾ എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിക്കുന്നതെന്ന് എന്താണ് ആരും മനസ്സിലാക്കാത്തത്? കഷ്ടം തന്നെ. ഭാരതീയ ജനതാ പാർട്ടിയുടെയും BMSന്റെയും ലക്ഷ്യം ഈ നാടിനെ രക്ഷിക്കുക എന്നുള്ളതാണ്.
ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെയും മറ്റു പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സഹജ സ്വഭാവം എന്ന് പറയുന്നത് ഭാരതാംബയുടെ മാനം രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കും, എന്ത് കഷ്ടപ്പാടുകളും സഹിക്കും. വീടിന്റെ നേരെ ബോംബെറിയിട്ട് നമ്മുടെ സഹോദരങ്ങളെ കൊന്നു എന്നുള്ളത് കൊണ്ട് ഒന്നും പിൻവാങ്ങാൻ പോകുന്നില്ല. കാരണം നമുക്ക് വലുത് നാടാണ്. നിങ്ങൾ കുമ്മനഞ്ചിയെയും പാർട്ടിയെയും ഇങ്ങനെ കുരിശിൽ തറച്ചോളൂ. എല്ലാം സഹിക്കാനുള്ള നെല്ലിപ്പലകയും വെച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ദാ കുമ്മനഞ്ചി പറയുന്ന ഈ കഥ കേട്ടാൽ അത് മനസ്സിലാകും. ഒരു സന്യാസിയുടെ കഥ ഒരിക്കൽ ചിന്മയാനന്ദ സ്വാമിജി പറയുകയുണ്ടായി. കാശിയിൽ 2 സന്യാസിമാർ ഗംഗയുടെ തീരത്തിരുന്നു കൊണ്ട് അവർ ജപിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഒരു തേള് വന്ന് വെള്ളത്തിൽ വീണു. ആ തേളിനെ ഒരു സന്യാസി കയ്യിലെടുത്ത് രക്ഷിച്ചു. ആ തേള് അദ്ദേഹത്തിന്റെ കയ്യിൽ ആഞ്ഞു കുത്തി. വേദന കൊണ്ട് അദ്ദേഹം പുളഞ്ഞു. പക്ഷേ തേളിനെ അദ്ദേഹം രക്ഷിച്ചു. വീണ്ടും ആ തേള് വെള്ളത്തിലേക്ക് വീണു. ആ സന്യാസി ശ്രേഷ്ഠൻ ആ തേളിനെ കയ്യിലെടുത്ത് രക്ഷിച്ച് വീണ്ടും കരയ്ക്കെത്തിച്ചു. തൊട്ടടുത്ത് നിന്ന് സന്യാസി ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കും തോറും നിങ്ങളെ കുത്തുകയല്ലേ, പിന്നെ എന്തിനാ വീണ്ടും രക്ഷിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, കുത്തുക എന്ന് പറയുന്നത് അതിന്റെ സഹജമായ സ്വഭാവമാണ്. എന്റെ സഹജമായ സ്വഭാവം അതിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കുമ്മനഞ്ചിയെയും കൂട്ടരെയും ഉപദ്രവിക്കുന്ന ദുഷ്ടന്മാരോട് ദൈവം ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒരു കുടുംബമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് പണ്ടേ നമുക്കറിയാമല്ലോ. കുടുംബക്കാരുടെ പാർട്ടിയാണെന്ന് ശത്രുക്കൾ തന്നെ ഇടയ്ക്കിടെ പറയാറുണ്ട്. ദാ ഇപ്പോൾ ഒരു കുടുംബ സംഗമം നടത്തി തങ്ങളുടെ കുടുംബബലം കാണിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. കാണാം കോൺഗ്രസ് കുടുംബമേള. കാർമൽ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കൂടി നടന്നിവിടെ കയറിയപ്പോൾ ഞാനിവിടെ ആദ്യകാലങ്ങളിൽ പലപ്പോഴും കയറി വന്ന് ഓർക്കുകയാണ്. എൻ്റെ 2 മക്കളും ആദ്യം പഠിച്ചത് ഈ 2 സ്കൂളിൽ നിന്നാണ്. മരം നട്ട് ഹരിതാഭമാക്കി കുടുംബസംഗമം കെങ്കേമമാക്കാനാണ് നേതാക്കളുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായി മരം നടൽ മഹാമഹവും നടന്നു. മറുഭാഗം ഞങ്ങൾ വരുന്ന കൂട്ടത്തിൽ ഈ രമേശും ഹസനും ശിവകുമാറും നെയ്യാറ്റിൻകരനും കൂടി ഞങ്ങൾ 5 വൃക്ഷത്തൈകൾ നട്ടു. എനിക്ക് തന്നത് ഒരു തേന്മാവാണെന്ന് തോന്നുന്നു. ഞാൻ നട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സ്കൂളിലെ സിസ്റ്റർമാരും ടീച്ചർമാരും വിദ്യാർത്ഥികളും കൂടി അതിന് വെള്ളം ഒഴിച്ച് ഇടയ്ക്ക് വളവിട്ട് വളർത്തി ആദ്യം മാവ് പൂക്കുമ്പോൾ ഒരു മാങ്ങ എൻ്റെ വീട്ടിലും എത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് കരിഞ്ഞു പോകാൻ നോക്കണം. ആന്റണി സാർ നട്ട മാവിൽ ഉറപ്പായും മാങ്ങ പിടിക്കും. അത് ആന്റണി ജിക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ചെടി നടുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ചെടിയുടെ പ്ലാസ്റ്റിക് ഒന്ന് നീക്കിയാൽ മതി. പ്ലാസ്റ്റിക് കളയാതെ നട്ട ചെടി അവിടെ തന്നെ ഉണ്ടോ എന്ന് 2 ദിവസം കഴിഞ്ഞ് ആന്റണി ജി പോയി നോക്കണം. അവരതുപോലെ മറ്റു വൃക്ഷങ്ങൾ നട്ടു. ചിലർ പേരയ്ക്ക നട്ടു, ചിലർ പുളി നട്ടു, ചിലർ കരിയാപ്പിൽ നട്ടു. അങ്ങനെ ഓരോ വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ അനുസ്മരിക്കാൻ ചെയ്ത ഏറ്റവും നടപടിയാണ്. ആന്റണി ജിയുടെ മരം നടൽ കണ്ടല്ലോ. ഇതുപോലെ ഒരു മരമല്ല 1,00,000 മരം നടാനുള്ള പരിപാടിയിലാണ് ഹസൻ ജി. ഇന്ന് 5 എണ്ണം വെച്ചു. MP താഴേക്ക് പോയതുകൊണ്ട്, അല്ലെങ്കിൽ 1 MP വയ്ക്കേണ്ടതായിരുന്നു. ഈ 1,00,000 വൃക്ഷ തൈകൾ നമുക്ക് ഈ ജന്മശതാബ്ദി ജൂൺ ജൂലൈ മാസങ്ങളിലെ കുടുംബ സംഗമങ്ങളിലൂടെ എല്ലായിടത്തും അത് നടുകയും അത് നമ്മൾ വളമിട്ട് വെള്ളമൊഴിച്ച് വളർത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ 1,00,000 മരങ്ങൾ ഇന്ദിരാജിയുടെ ഓർമ്മയ്ക്കായി കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ വളർത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ ചെന്നിത്തലാജി നാടിനെ ഓർക്കുന്നത് ഇങ്ങനെ ചില കുടുംബ സംഗമങ്ങൾ നടത്തുമ്പോഴാണ്. ഞാനും ഈ കുടുംബ സംഗമത്തിലെ ഒരംഗമാണ്. തൊട്ട അടുത്താണ് എൻ്റെ വീട്. ബഹുമാനായ CK ആന്റണി പറഞ്ഞതുപോലെ വോട്ട് ഞാൻ മാറ്റിയിട്ടില്ല എങ്കിലും വോട്ടിപ്പോഴും നാട്ടിൽ തന്നെയാണ്. അത് മാറ്റണ്ടെന്ന് കരുതിയാണ്. ആകെ ജനിച്ച നാടുമായിട്ടൊരു ബന്ധം അതായതുകൊണ്ട് അത് മാറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള മനോഹരമായ കുടുംബസംഗമ ആചാരങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നവർക്ക് ഇതാ ഹസൻജിയുടെ വക ഒരു സന്തോഷ വാർത്ത. ഇന്ദിരാ കുടുംബ സംഗമത്തിൽ ഈ നേതാക്കളെല്ലാം ക്ഷണിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. അതായത് അവർ ഇവിടെ മാത്രം വരാനല്ല, കേരളത്തിലെ എല്ലാ കുടുംബ സംഗമങ്ങളിലും ഇവർ പങ്കെടുക്കണം. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് ഈ കുടുംബ സംഗമങ്ങളുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കാൻ, നേതാക്കളുമായി നേരിട്ട് ഇടപഴകാൻ എല്ലാമുള്ള അവസരം. മഞ്ചേശ്വരത്ത് താമര വിരിയിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കാത്തിരിക്കുകയാണല്ലോ കെ സുരേന്ദ്രൻജി. അതിനിടയ്ക്ക് ജീവിച്ചിരിക്കുന്നവരെ കൊന്നവരെ ജീവിപ്പിച്ചോ എന്നൊന്നും പുള്ളിക്കാരൻ നോക്കിയില്ല. കോടതിയിൽ അങ്ങ് കാച്ചി. ഒരു വിഷയം കോടതിയിലാവുമ്പോൾ തന്നെ അതിൽ ചർച്ച ഓപ്പൺ ചെയ്യുന്നത്
അത് ഏതോ ഒരു ഗൂഢാലോചനയാണത്. അതല്ലാതെ ഒരു വിധി വന്നാലല്ലേ സാധാരണ ചർച്ച ഉണ്ടാവാറുള്ളൂ. ഇവിടെ കോടതിയിലുള്ള ഒരു കാര്യത്തിൽ മുൻകൂട്ടി വിധി പറഞ്ഞ് ചർച്ച കൊണ്ടുവരുന്ന ഒരു ഏർപ്പാട് കാണുന്നുണ്ട്. അതത്ര ശരിയല്ല. ഇന്നലെ ഒരു ചാനൽ മരിച്ചയാൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ചാനലുകളുടെ പേര് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറയുന്നത് വിരോധമില്ലാങ്ങൾ പറയണേ ഞാൻ പറയാറുണ്ട്. മറ്റൊരു ചാനൽ ആ മരിച്ചുപോയ ആൾ ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ദൃശ്യം കാണിക്കുകയും ചെയ്യും. വാർത്തകളുടെ നിജസ്ഥിതിക്ക് ഏറ്റവും വലിയ ജീവിക്കുന്ന തെളിവായിട്ട് അതുപോലെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇങ്ങനെ BJPക്കെതിരെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ പത്രക്കാർക്കൊരു സംശയം, ആ കോൺഗ്രസ്സുകാർക്ക് ഇതെന്തു പറ്റി? കോൺഗ്രസ്സുകാരെന്താ ഒന്നും മിണ്ടാത്തത്? രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തിട്ട് പോലും കേരളത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർ സമ്മതിക്കുമോ? കാരണം പിന്നെ അതിനൊന്നും പ്രത്യേക കാരണം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കണ്ടോ, കോൺഗ്രസ് അങ്ങനെ മിണ്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കോൺഗ്രസ് ആണല്ലോ BJPക്കെതിരെ ഇപ്പോൾ ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനല്ലേ ഇപ്പോൾ BJP വിരുദ്ധ നീക്കത്തിന് BJP ഗവൺമെൻറ്റിനെതിരായി മുൻകൈ എടുക്കുന്നത്. ലിമിറ്റേഷൻസ് ഉണ്ട് വർത്തമാനം പറയാൻ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ സാഹചര്യത്തിൽ എല്ലാ ജനവികാരങ്ങളും ഉൾക്കൊണ്ട് വർത്തമാനം പറയുക എന്നല്ലാതെ കോൺഗ്രസ്സിന് BJPക്കെതിരായി പറഞ്ഞുകൂടായിക ഉണ്ട് കേരളത്തിൽ എന്ന് ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ല. ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. സാഹിബിന്റെ വിശ്വാസം സാഹിബിനെ രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ